ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. വൈകുന്നേരത്തെ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിനു വേണ്ടി ആദ്യം തന്നെ ഞാനൊരു 3 കപ്പ് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു 1/2 കിലോ ശർക്കര ഉരുക്കി പാനിയാക്കി എടുത്തിട്ടുള്ളത് കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കലക്കിയെടുക്കണം. ശർക്കര നമ്മൾ കുറച്ച് കൂടുതൽ വെള്ളത്തിൽ വേണം ഉരുക്കിയെടുത്ത് പാനിയാക്കി എടുക്കാൻ. അതിന് ശേഷം നമ്മളിതൊന്ന് അരിച്ചെടുത്തിട്ട് വേണം നമ്മൾ മാവിലേക്ക് ഒഴിച്ചിട്ട് ഇതുപോലെ കലക്കിയെടുക്കാൻ. ഈ ഒരു പാകത്തിന് വേണം നമ്മൾ കലക്കിയെടുക്കാൻ കേട്ടോ. കുറേശ്ശെ ഒഴിച്ചിട്ട് കലക്കിയെടുത്താൽ മതി. അതിന് ശേഷം നമ്മളിതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതാണ് ചേർക്കുന്നത്. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം. ഇനി ഒരു നുള്ളു ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ചേർക്കുന്നത് എള്ളാണ്. എള്ള് കരിഞ്ജീരകമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കുക കേട്ടോ. പിന്നെ കുറച്ച് തേങ്ങ കഷ്ണങ്ങളാക്കിയതും കൂടെ ചേർക്കുന്നുണ്ട്. ഇതൊക്കെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ മാവ് ഒരു 2-3 മണിക്കൂർ ഒന്ന് അടച്ചിട്ട് ഒന്ന് മാറ്റി വെക്കണം. മാവ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അതിന് ശേഷം നമ്മൾ ഉണ്ണിയപ്പച്ചട്ടി എടുത്തിട്ട് ഓയിലൊന്ന് തേച്ചതിന് ശേഷം ഇതുപോലെ മാവ് നമുക്ക് കോരി ഒഴിച്ചിട്ട് അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തീ ഒന്ന് കൂട്ടി വെക്കുക. മാവ് ഒഴിച്ചതിന് ശേഷം തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് വേണം നമ്മൾ അടച്ചു വെക്കാനായിട്ട്. വളരെ ഈസി ആയിട്ട് അതുപോലെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ് കേട്ടോ അത്. സാധാരണ നമ്മൾ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഓയിലിൽ ഫ്രൈ ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. ഇത് അത്രയും ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ തുറന്നു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല പോലെ തന്നെ റെഡി ആയിട്ടുണ്ടാവും. ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതുപോലെ നമുക്ക് ഓരോന്നായിട്ട് കോരി മാറ്റാം. ബാക്കിയുള്ള മാവൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പലഹാരമാണ്. മാവ് കലക്കിയതിന് ശേഷം നമ്മൾ ഒരു 3 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. നല്ല നമുക്ക് കറക്റ്റായിട്ട് നല്ല പോലെ തന്നെ ആയി കിട്ടുള്ളൂ. അപ്പോൾ നമ്മളല്ലാതെ ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല പോലെ ആരൊക്കെ എടുത്തിട്ട് തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ ചുടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് സോഡാപ്പൊടി ചേർത്താൽ മതി. മാവ് റെസ്റ്റ് ചെയ്യാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ, സമയമുണ്ടെങ്കിൽ മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.